റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം ബലിപെരുന്നാളിന് മുമ്പുണ്ടാകും. മെയ് 19-ാം തീയതി റഹീമിന്റെ ശിക്ഷാ കാലാവധി പൂർത്തിയാകും. നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ 20-ാം തീയതി റഹീം നാട്ടിലെത്തും. 34 കോടി രൂപയിലേറെ മോചന ദ്രവ്യം നൽകിയാണ് റഹീമിന്റെ വധശിക്ഷ ഒഴിവാക്കിയത്. ഷഹദ് റഹ്മാൻ കൂടുതൽ വിവരങ്ങൾ നൽകാനുണ്ട്. ഷഹദ്, കേരളമാകെ കാത്തിരുന്നൊരു വാർത്തയാണിത്. അത് പറയാനൊരു പ്രത്യേക കാരണമുണ്ട്. കാരണം നമ്മളെല്ലാവരും ചേർന്ന് കേരളമാകെ ഒത്തൊരുമിച്ചാണ് 34 കോടി രൂപ സ്വരൂപിച്ചത് മോചന ദ്രവ്യമായി നൽകിയത്. സൗദി കുടുംബം മാപ്പ് നൽകുകയും ചെയ്തു. മോചനം എത്രയും വേഗം ഉണ്ടാവുമെന്ന് കരുതി ഒരു ഉമ്മ അവിടെ നാട്ടിൽ അബ്ദുൾ റഹീമിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. പക്ഷേ സാങ്കേതിക നടപടിക്രമങ്ങളിൽ കുരുങ്ങി ഈ മോചനം ഇങ്ങനെ നീണ്ടു പോവുകയായിരുന്നു. ഇപ്പോൾ ഈ 19-ാം തീയതി അവസാന ദിവസമാണ്. 20 വർഷം പൂർത്തിയാവുകയാണ്. അപ്പോൾ ഈ മെയ് മാസം തന്നെ റഹീം എന്തായാലും നാട്ടിലെത്തും എന്ന് ഉറപ്പിക്കാം, അല്ലേ ഷഹദ്? തീർച്ചയായും മറ്റ് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലെങ്കിൽ ലോക മലയാളികൾ കാണാൻ അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിച്ച ആ വാർത്ത അത് മെയ് 20-ാം തീയതി കാണാം, കേൾക്കാം എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ അല്പസമയം മുൻപ് റഹീമിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർ ഈ ഞായറാഴ്ച മാധ്യമങ്ങളെ കണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും വിശദീകരിക്കും. 11 മണിക്ക് മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. അതായത് റഹീമിന്റെ ഉമ്മ ഏറെ നാളായി, അത് ഏകദേശം 20 വർഷത്തോളമായി കാത്തിരിക്കുകയാണ് സ്വന്തം മകന് വേണ്ടി. നമുക്കറിയാം, സൗദി പൗരന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് റഹീമിനെ ജയിലിൽ അടച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് നമ്മളെല്ലാവരും, അതായത് ലോക മലയാളികൾ എല്ലാവരും ചേർന്ന് മോചന ദ്രവ്യം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് റഹീമിന്റെ വധശിക്ഷ റദ്ദ് ചെയ്തത്. തുടർന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റഹീമിന് പുറത്തു വരാൻ, അതായത് കേരളത്തിലേക്ക് വരാൻ, സ്വന്തം നാട്ടിലേക്ക് വരാൻ, ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ അവസരമൊരുങ്ങുന്നു എന്ന ഏറ്റവും സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അങ്ങനെ ഒരു വാർത്തയാണ് ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുകയും ചെയ്യുന്നത്. നമുക്ക് മനസ്സിലാക്കുന്നത് അനുസരിച്ച് മെയ് 19-ാം തീയതി, അതായത് നമ്മുടെ ഡേറ്റ് അനുസരിച്ച് മെയ് 19-ാം തീയതിയാണ്. അതൊരു പക്ഷേ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയേക്കാം. കാരണം അവിടുത്തെ ദിവസവും ഒപ്പം തന്നെ ഈ മാസപ്പിറവി ദർശിക്കുന്നതുമൊക്കെയുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഒരു ദിവസം അങ്ങോട്ട് നീളുകയോ അല്ലെങ്കിൽ ഒരു പക്ഷം കുറയുകയോ അങ്ങനെ ഏതെങ്കിലും ഒന്നും ആകാം. പക്ഷേ എങ്കിൽ പോലും മെയ് 20 അല്ലെങ്കിൽ 21-ാം തീയതി റഹീമിന് ജയിൽ മോചിതനാകാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല 27-ാം തീയതിയാണ് വലിയ പെരുന്നാൾ വരുന്നത്. ഒരുപക്ഷെ അതും അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകാനുള്ള സാധ്യതയുണ്ട്. മാസപ്പിറവി ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ആ തീരുമാനങ്ങൾ അന്തിമമാവുക. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള അവധികൾ അവിടെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിന്റെ കാലതാമസം മാത്രമേ നിലവിലെ സാഹചര്യത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മെയ് 19-ാം തീയതി രാത്രി 12 മണിയോടുകൂടി അബ്ദുൾ റഹീമിന്റെ ശിക്ഷാ കാലാവധി കഴിയും. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ജയിൽ മോചിതനാകാം, സ്വന്തം നാട്ടിലേക്ക്, ജന്മനാട്ടിലേക്ക് വരാം എന്നുള്ള ഏറ്റവും സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവെക്കാനുള്ളത്. സന്തോഷ വാർത്തയ്ക്ക് വേണ്ടി നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ട ചില പേരുകൾ, ചില സംഘടനകൾ, ചില ആളുകളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ നേതാക്കളൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. അബ്ദുൾ റഹീമിന്റെ ഒരു സഹായ സമിതി ഇപ്പോഴും അവരുടെ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവർ കാര്യമായി തന്നെ പ്രവർത്തിച്ചു വരുന്നു. അതോടൊപ്പം KMCC, അതോടൊപ്പം അവിടെ എംബസിയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഉമ്മായെ സഹായിച്ചിട്ടുള്ള ഒരുപാട് പ്രവാസി സഹോദരങ്ങളുണ്ട്, രാഷ്ട്രീയ പാർട്ടി, രാഷ്ട്രീയ നേതാക്കളുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ശ്രമത്തിന്റെ ഫലം, അതൊടുവിൽ ഫലം കാണുകയാണ്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഷഹദ്, ഇതിനു മുമ്പ് പലതവണ അബ്ദുൾ റഹീം മോചിതനാവാൻ പോകുന്നു എന്നുള്ള വാർത്ത നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ നമ്മളത് പ്രതീക്ഷിച്ച് കാത്തിരുന്നപ്പോഴെല്ലാം ചില സാങ്കേതിക പ്രശ്നങ്ങൾ കയറി വരുന്നു, ചില കോടതിയുടെ ഇടപെടലുകൾ കയറി വരുന്നു. അങ്ങനെ അത് നീണ്ടു പോകുന്നു നമ്മൾ കണ്ടിരുന്നു. എന്താണെങ്കിലും ഇനി അത്തരത്തിലുള്ള സാധ്യതയൊന്നും ബാക്കിയില്ലല്ലോ, അല്ലേ? ഒരിക്കലുമില്ല. അത്തരത്തിൽ യാതൊരുവിധ കൺഫ്യൂഷന്റെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശങ്കയ്ക്കോ ഇടമില്ല. കാരണം ശിക്ഷാ കാലാവധി 19-ാം തീയതി രാത്രി 12 മണിയോടുകൂടി, അർദ്ധരാത്രി 12 മണിയോടുകൂടി പൂർത്തിയാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ 20-ാം തീയതി ജയിൽ മോചിതനാകാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. അവർ അഭിഭാഷകരുമായി ബന്ധപ്പെടുകയും അവിടുത്തെ പേപ്പർ വർക്കുകൾ എത്രയും വേഗം പൂർത്തിയാക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഷിയാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ സമാനതകളില്ലാത്ത ഒരു പ്രവർത്തനം അല്ലെങ്കിൽ സമാനതകളില്ലാത്ത തരത്തിൽ മലയാളികൾ ഒന്നാകെ ഒന്നിച്ച് മലയാളികൾ എല്ലാവരുടെയും 1 രൂപയാണെങ്കിലും 2 രൂപയാണെങ്കിലും 100 ആണെങ്കിലും 1000 ആണെങ്കിലും ലക്ഷമാണെങ്കിലും അങ്ങനെ പലരും പലതരത്തിൽ സ്വരുക്കൂട്ടി ഏകദേശം 34 കോടി രൂപയാണ് നമ്മൾ സൗദി ഗവൺമെന്റ് അല്ലെങ്കിൽ ആ കുടുംബത്തിന് കൈമാറിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വധശിക്ഷ റദ്ദ് ചെയ്തുകൊണ്ട്
ഒരു ഉത്തരവ് പുറത്തു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം ഈ സംഭവത്തിൽ അബ്ദുറഹീമിന്റെ ഉമ്മ മാതാവ് പലതവണ നമ്മുടെ മാധ്യമങ്ങൾക്ക് മുൻപിലും അല്ലാതെയും ഒക്കെ കരഞ്ഞ് വിലപിച്ച് നമ്മുടെ മുന്നിൽ വന്നതാണ്. കാരണം തനിക്ക് അവസാന നാളിലെങ്കിലും തന്റെ മകനെ ഒന്ന് കാണണം, അല്ലെങ്കിൽ ഇത്രയും പ്രായമായി തന്റെ മകനെ ഒന്ന് കാണണം എന്ന വലിയ ഒരു ആഗ്രഹം ആ ഉമ്മ പല ഘട്ടങ്ങളിൽ ആളുകളോട് പങ്കുവെച്ചതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഷിയാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ അതിന്റെ ആക്ഷൻ കമ്മിറ്റിയാണ്. ഇതിനുവേണ്ടി പങ്കുവഹിച്ച ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച ഈ കുടുംബത്തെ പല ഘട്ടങ്ങളിൽ സഹായിച്ച, ഈ ഫണ്ട് കളക്ട് ചെയ്യാൻ സഹായിച്ച ആ സമിതി ആണ് 11-ാം തീയതി മാധ്യമങ്ങളെ കാണുന്നത്. അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി ശ്രമിച്ചിട്ടുള്ള നാട്ടുകാർ, കുടുംബക്കാർ, വിവിധ സന്നദ്ധ സേനകൾ, ഒപ്പം തന്നെ പ്രമുഖരായിട്ടുള്ള നിരവധി ആളുകൾ, KMCC ഉൾപ്പെടെയുള്ള സംഘടനകളുടെ തന്നെ വലിയ സഹായം ഈ വിഷയത്തിൽ ലഭ്യമായിട്ടുണ്ടായിരുന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് 34 കോടി രൂപ നമ്മൾ മലയാളികൾ ഒന്നാകെ പിരിച്ച് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വധശിക്ഷ, ഒരു ജീവൻ അത് നമുക്ക് തിരികെ ലഭിക്കുന്നത് എന്ന ഏറെ സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ ആ ഒരു ദിനത്തിനായി മലയാളികൾ ഒന്നാകെ, ആ ഫറൂഖ് നാടൊന്നാകെ, റഹീമിന്റെ ഉമ്മ, അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ, നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് ആ ഒരു ദിനത്തിനായിട്ട്. അപ്പോൾ ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. പല ഘട്ടങ്ങളിൽ പല തവണ ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. കാരണം മോചനവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അനിശ്ചിതത്വം നിലനിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, 19-ാം തീയതി അല്ലെങ്കിൽ 20-ാം തീയതി രാത്രി 12 മണിയോടുകൂടി ശിക്ഷാ കാലാവധി പൂർത്തിയാകുന്നു. 20-ാം തീയതിയോ അല്ലെങ്കിൽ 21-ാം തീയതിയോ ഈ അബ്ദുൾ റഹീമിന് സ്വന്തം നാട്ടിലേക്ക് വരാൻ സാധിക്കുമെന്ന ഏറെ സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നത്. അല്പസമയം മുൻപ് നമ്മൾ അവരെ കുടുംബവുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ അവരും വളരെ സന്തോഷത്തിലാണ്. അവരും ഈ ഒരു മുഹൂർത്തത്തിനായി കാത്തു നിൽക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് ആ സന്തോഷം അല്ലെങ്കിൽ മറ്റ് നടപടിക്രമങ്ങളൊക്കെ വിശദീകരിക്കുവാൻ വേണ്ടി ഈ ഞായറാഴ്ച വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത്. അത് 11 മണിക്കാണ് കേരളം കാത്തിരിക്കുന്ന ആ കുടുംബത്തിന്റെ സന്തോഷം പങ്കുവെക്കാനുള്ള വാർത്താ സമ്മേളനം. ശരി, ഷാദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. 20 വർഷമായ ആ ഉമ്മയുടെ ഒരു പ്രാർത്ഥനാ ഫലം കാണുകയാണ്. 34 കോടി രൂപ മലയാളികൾ ഒന്നാകെ ഈ ഒരു അബ്ദുൾ റഹീമിനെ ജയിൽ മോചിതനാക്കാനുള്ള ആ ഒരു വലിയ ഒരു കർമ്മത്തിന്റെ ഭാഗമായിട്ടുണ്ട്. നമ്മളെല്ലാവരും 5 or 10 രൂപയെങ്കിലും 1000 ലക്ഷങ്ങൾ കോടികൾ കൊടുത്ത ആളുകൾ പോലുമുണ്ട്. പക്ഷേ നാളുകളായി നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. സ്പോൺസറുടെ മകൻ മരിക്കാനിടയായ ദൗർഭാഗ്യകരമായ ഒരു സംഭവത്തിന്റെ പേരിലാണ് 20 വർഷം മുമ്പ് അബ്ദുൾ റഹീം ജയിലിലായത്. ആ ഒരു സൗദി കുടുംബം റഹീമിനെ ഈ 34 കോടി രൂപ അവർ വാങ്ങുകയും അവർ മാപ്പ് കൊടുക്കുകയും ചെയ്താണ്. ചില സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിൽ നൂലാമാലകളിൽ കുടുങ്ങി ഈ ഒരു നിയമ വ്യവസ്ഥ ഇങ്ങനെ നീണ്ടുപോവുകയായിരുന്നു. ഇപ്പോൾ പരിപൂർണമായി 20 വർഷം ജയിൽ ശിക്ഷ പൂർത്തിയാക്കി റഹീം നാട്ടിലേക്ക് വരികയാണ്. വലിയ പെരുന്നാളിന് മുമ്പ്, അതായത് ഒരു 20-ാം തീയതി എങ്കിലും അബ്ദുൾ റഹീം നാട്ടിലെത്തും എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്.